അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ താരീഖ് റിവിഷൻ തുടരുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 9ാമത്തെ പാഠത്തിന്റെ സമ്മറിയാണ്. നേരത്തെ ഒരു പാഠം മക്ക വിജയം എന്ന് പറയുന്ന പാഠത്തിന്റെ മൊത്തം പോയിന്റുകൾ, ആ പാഠത്തിലെ പ്രധാന പോയിന്റുകൾ മുഴുവൻ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണുക, ആ പോയിന്റുകൾ മുഴുവൻ പഠിക്കുക. ഇനി ഈ പാഠത്തിന്റെ മുഴുവൻ ആശയം ഉൾക്കൊള്ളുന്ന ഒരു 10 പോയിന്റ്, ആ 10 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം ഫുൾ കംപ്ലീറ്റ് ആയി. അപ്പൊ ഞാൻ ആ 10 പോയിന്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പറയാൻ പോകണം. 1, അനീതിക്കെതിരായ വിജയം. ഇതാണല്ലോ ഈ പാഠത്തിന്റെ പേര്. ഒന്നാമത്തത്, മുഅത്തത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മുഅത്തത്ത് എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലം ഏത് പ്രദേശത്ത് പെട്ടതാണ്? ഷാമിൽ പെട്ടതാണ് മുഅത്തത്ത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഷാമിൽപ്പെട്ട സ്ഥലമാണ് മുഅത്തത്ത്. രണ്ടാമത്, ഈ മുഅത്തത്ത് യുദ്ധം നടന്നത് എപ്പോഴാണ്? ഹിജറ 8ാം വർഷം. ഹിജറ 8ാം വർഷം. ഈ എട്ടാണ് എന്ന് ഓർത്തു വെക്കാൻ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. മുഅത്തത്ത് എന്ന് പറയുന്നതിൽ എത്ര അക്ഷരമുണ്ട്? മീമ്, അംസ്, താഹ്, താഹ്. അപ്പൊ 4 അക്ഷരമുണ്ട്. 4ന്റെ ഇരട്ടിയാണ് എത്ര? 8. അപ്പോ മുഅത്തത്തിന്റെ ഇരട്ടിയാണ് ഹിജറ 8ാം വർഷം. അതാണ് മുഅത്തത്ത് യുദ്ധം നടന്ന വർഷം. അങ്ങനെ ഓർത്തു വെക്കുക. ഓർക്കാനുള്ള ഒരു ഐഡിയ ആണ് പറഞ്ഞത്. ഇനി ഇവിടെ ആര് തമ്മിലാണ് യുദ്ധം നടന്നത്? മുസ്ലിമീങ്ങളും റോമൻ സൈന്യവും തമ്മിലാണ് യുദ്ധം നടന്നത്. മുസ്ലിമീങ്ങളും റോമൻ സൈന്യം തമ്മിലാണ് യുദ്ധം നടന്നത്. എന്താണ് 4ാമത്തെ പോയിന്റ്? ഈ യുദ്ധത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? അതായത് ബുസ്റ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ രാജാവ്, ആ രാജാവിന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കത്തയച്ചു. ആ കത്ത് കൊടുത്തയക്കുന്നത് ഹാരിസ് ബിൻ ഉമൈർ അസദി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ് കൊടുത്തയച്ചത്. പക്ഷേ റോമൻ സൈന്യക്കാർ ഈ ഹാരിസ് ബിൻ ഉമൈർ അസദി റളിയല്ലാഹു അൻഹുവിനെ കൊന്നു. ഈ കൊലയാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് കാരണമായത്. അപ്പൊ യുദ്ധത്തിന്റെ കാരണമാണ് 4ാമത്തെ പോയിന്റ്. ബുസ്റ രാജാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച കത്ത് കൊടുത്തുവിടാൻ വേണ്ടി ഹാരിസ് ബിൻ ഉമൈർ അസദി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ആ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ ആര് വധിച്ചു? റോമൻ സൈന്യക്കാർ വധിച്ചു. അതാണ് യുദ്ധത്തിന് കാരണമായത്. ഇങ്ങനെ ഒരു കാരണത്തോടു കൂടിയാണ് യുദ്ധം ആരംഭിക്കുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു 3000 സ്വഹാബാക്കളുമായി കൊണ്ട് മുഅത്തത്ത് എന്ന് പറയുന്ന നാട്ടിലേക്ക് പോയി. എവിടേക്ക് പോയി? മുഅത്തത്തിലേക്ക്. ആരാണ് നേതൃത്വം? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു 3000 സ്വഹാബാക്കളുടെ നേതൃത്വത്തിൽ മുഅത്തത്തിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചിട്ടാണ് പോയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു വെള്ള പതാക കൊടുത്തു. അതാണ് 6ാമത്തെ പോയിന്റ്, വെള്ള പതാക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്തായാൽ, അതിനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആള് സെയ്ദ് റളിയല്ലാഹു. സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്തായാൽ ഈ പതാക ആരുടെ അടുക്കൽ കൊടുക്കുക? ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ അടുക്കൽ കൊടുക്കുക. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്തായാൽ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹുവിന്റെ അടുക്കൽ കൊടുക്കുക. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു. അപ്പൊ 3 ആളുകൾ, ABC. ഫസ്റ്റ് നേതൃത്വം സെയ്ദ് റളിയല്ലാഹു അൻഹു, അത് കഴിഞ്ഞ ജഅഫർ ബിൻ അബി ത്വാലിബ്, 3ാമത്തെ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു വഫാത്തായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഒരാളെ നിങ്ങൾ തെരഞ്ഞെടുത്ത് അവരുടെ കയ്യിൽ ഈ പതാക കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 7ാമത്തെ പോയിന്റ്, റോമൻ സൈന്യക്കാർ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? 2 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു. 2 ലക്ഷം. മുസ്ലിമീങ്ങൾ 3000 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റോമൻ സൈന്യം 2 ലക്ഷം ആളുകൾ. എന്തായിരിക്കും അല്ലേ? എന്നാൽ അവിടെ ധൈര്യം പകർന്നു. 2 ലക്ഷം ആളുകളോട് 3000 ആളുകൾ പോരാടുമ്പോൾ അവർക്ക് നല്ല ധൈര്യം വേണമല്ലോ. ആ ധൈര്യം പകരാൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്യമുണ്ട്. അതെന്താണ്? മുസ്ലിമീങ്ങൾക്ക് അംഗബലമല്ല ഇസ്ലാമിന്റെ വിജയത്തിന് നിദാനം എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് പഠിച്ചു വെക്കണം. എന്താണ്? അംഗബലമല്ല ഇസ്ലാമിന്റെ വിജയത്തിന് നിദാനം. അതാണ് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ധൈര്യം പകരാൻ വേണ്ടി പറഞ്ഞത്. അടുത്തത്, ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്, സുന്നത്ത് നോമ്പുകാരനായി വഫാത്തായ ഷഹീദായ സ്വഹാബി ആരാണ്? ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് 3ാമത് പതാക വഹിച്ചിരുന്നത് നമ്മൾ പറഞ്ഞു. ആ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് അന്ന് എന്തായിരുന്നു? സുന്നത്ത് നോമ്പുണ്ടായിരുന്നു. ആ സുന്നത്ത് നോമ്പോട് കൂടിയാണ് മഹാനവറുകൾ എന്ത് ചെയ്തത്? ഷഹീദായത്. അപ്പൊ സുന്നത്ത് നോമ്പോട് കൂടി ഷഹീദായ സ്വഹാബി ആരാണ്? ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അത് ഏത് യുദ്ധത്തിലാണ്? മുഅത്തത്ത് യുദ്ധത്തിലാണ്. അതിലെ ശത്രുക്കളുടെ എണ്ണം എത്ര? 2 ലക്ഷം. അതിലെ മുസ്ലിമീങ്ങളുടെ എണ്ണം എത്ര? 3000. അത് ഹിജറ എത്രാം കൊല്ലമാണ്? 8ാം കൊല്ലമാണ്.
ഇനി ഈ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു? അവസാനം സ്വഹാബികൾ വിജയിച്ചു, മുസ്ലിമീങ്ങൾക്ക് വിജയം ലഭിച്ചു. 12 പേരാണ് മുസ്ലിമീങ്ങളിൽ നിന്ന് ഷഹീദായത്. എന്നാൽ ശത്രുക്കളിൽ നിന്ന് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊല്ലപ്പെട്ടിട്ടുണ്ട്. ശത്രുക്കളിൽ നിന്ന് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു, റോമൻ സൈന്യം പരാജയപ്പെട്ടു. പിന്നെ എന്നാൽ സ്വഹാബത്തിൽ നിന്ന് 12 പേരാണ് എന്ത് ചെയ്തത്? ഷഹീദായി. ഇതാണ് ഈ പാഠത്തിന്റെ രത്ന ചുരുക്കം. ഇൻഷാ അല്ലാഹ് ഈ പാഠം വളരെ സിമ്പിൾ ആയിരിക്കും. എല്ലാവരും നല്ല